നീ ദൈവ വചനം കേൾക്കണം. ഹല്ലേലൂയ. നീ ദൈവ വചനം കേൾക്കണം. സങ്കീർത്തനം 119:11 കേട്ട വചനം ദൈവ പൈതല് നിന്റെ ഉള്ളില് സംഗ്രഹിക്കണം. യോഹന്നാൻ 8:31 ആ വചനത്തിലെ ദൈവ പൈതല് തല പോയാലും നിലനിൽക്കണം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ 15:10 ദൈവ വചനത്തിൽ ദൈവ പൈതലെ നീ വസിക്കണം. യാക്കോബ് ലേഖനം 1:23 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവ വചനം കേട്ടത്, വസിച്ചത്, ഹൃദയത്തിലെ സംഗ്രഹിച്ചത് ദൈവ പൈതലെ നീ അനുസരിക്കണം. ശ്രദ്ധയോട് കേട്ടുകൊള്ളുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 1:2 കേട്ട ദൈവ വചനം നീ വിട്ടുകളയരുത്, സദാ ധ്യാനിക്കണം. കൈകളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ വചനം നീ സദാ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം, കേൾക്കണം, അനുസരിക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ദൈവവചനത്തിൽ നീ ജീവിക്കണം. ദൈവവചനം ധ്യാനിക്കണം. ഇവിടെ എസ്രാ ശാസ്ത്രി എഴുതുന്നു, ഇടവിടാതെ ഞാൻ ധ്യാനിക്കുന്നു. ஆல்வேஸ் ஆல்வேஸ் இடவிடாதே. தமிழ் வேதாகமம் சொல்லுகிறது, நாள் முழுதும் நான் தியானம் பண்ணுவேன். நாள் முழுதும் 24/7 நாள் முழுதும் எப்போதும் இடவிடாதே. സമയം ഉള്ളപ്പോൾ എന്നല്ല, സമയം കണ്ടെത്തി നാം ധ്യാനിക്കും. സമയം കണ്ടെത്തി ഞാൻ ധ്യാനിക്കും. സമയം ഉള്ളപ്പോഴല്ല, ഇടപെടാതെ എപ്പോഴും, നാൾ മുഴുവൻ. ആൾവേസ്. സങ്കീർത്തനക്കാരൻ ഒന്നുകൂടെ സ്പഷ്ടമാക്കുന്ന സങ്കീർത്തനം 1:2 രാപ്പകൽ, ഡേ ആൻഡ് നൈറ്റ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാര്യം നേരെ ചൊവ്വേ നടക്കണമേ എന്ന് രാവിലെ 2 വചനം. രാത്രി ദുസ്വപ്നം വരരുത്, പേ കളത്തിൽ പിടിക്കരുത് എന്ന് രാത്രി കിടക്കുമ്പോൾ 2 വചനം. അങ്ങനെയല്ല, ഇതിന് ഒരു വ്യാഖ്യാനം ദൈവം തരുന്നു. നാം ധ്യാനിച്ചുവല്ലോ, ഇടവിടാതെ നാൾ മുഴുവൻ, സമയം ഉള്ളപ്പോൾ എന്നല്ല, സമയം കണ്ടെത്തി. ജോർദാന്റെ കിഴക്കിൽ എലിജ പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം ഇൻസ്ട്രക്ഷൻ നൽകുന്നു, പോയി പാർക്കുക, നിനക്ക് ഞാൻ ആഹാരം എത്തിക്കും. ദേശമൊക്കെയും വരൾച്ച കൊണ്ട് പിറുപിറുക്കുമ്പോൾ തന്റെ ദാസന് 1 രാജാക്കന്മാർ 17 അധ്യായം 5-6 രാവിലെ അപ്പവും ഇറച്ചിയും, വൈകുന്നേരമും അപ്പവും ഇറച്ചിയും. എത്ര നേരം പറയുക? എത്ര നേരം? രാവിലെ അപ്പവും ഇറച്ചിയും, വൈകുന്നേരം അപ്പവും ഇറച്ചിയും. ഒരുത്തൻ ജീവിക്കുവാൻ എത്ര നേരം? എത്ര നേരം? ശബ്ദമായി പോരാ, എല്ലാവരും 2 നേരം. ഒരുത്തന് ജീവിക്കുവാൻ ദൈവം പ്രിസ്ക്രൈബ് ചെയ്തത് എത്ര നേരം ആഹാരം? 2 നേരം. തന്റെ കൺമണിയായ പ്രവാചകൻ ജീവിക്കുവാൻ ദൈവം അനുവദിച്ച സാപ്പാട്ട് നേരം 2 നേരം. രാവിലെ അപ്പം ഇറച്ചി, വൈകുന്നേരം അപ്പവും ഇറച്ചിയും. അത് മതി, അത് മതി. ഈ കൂടാരത്തിലെ ജീവൻ നിലനിൽക്കുവാൻ 2 നേരം ആഹാരം ദൈവം അനുവദിച്ചതാണ്. അവിടെ യൂറോപ്യൻസ് 3 നേരമാക്കി. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ. രാവിലത്തെ ആഹാരം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രി ഭക്ഷണം. അവിടെ നമ്മുടെ അണ്ണന്മാർ അതിനെ 4 നേരമാക്കി. ഇടയ്ക്ക് ഒരു സ്നാക്ക്, വൈകുന്നേരം 4:30. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഭക്ഷണം, അതിന്റെ ഇടയ്ക്ക് ഒരു ലഘുഭക്ഷണം, രാത്രി സാപ്പാട്. ഇപ്പൊ പലയിടത്തും 5ആയി. രാവിലെയും ഒരു ലഘുഭക്ഷണം, ഇതിന്റെ ഇടയ്ക്ക് അർദ്ധരാത്രിയും ഭക്ഷിക്കുന്നവരുണ്ട്. അപ്പൊ 6 നേരം.
ദൈവം അനുവദിച്ചത് 2 നേരം, മനുഷ്യൻ ആക്കി തീർത്തത് 6 നേരം. നിന്റെ ശരീരം ഇന്ന് മിനുക്കി നടന്ന് നാളെ ചെത്ത് പുഴുവായി പോകുന്ന നിന്റെ ശരീരത്തെ പോഷിപ്പിക്കുവാൻ 6 നേരം സാപ്പാടെങ്കിൽ അതിന്റെ ഉള്ളേ 2 കൊരിന്ത്യർ 4:16 1 അകട്ടെ ഒരു മനുഷ്യനുണ്ട്. സോൾ, പ്രാണൻ, അകമേ ഒരു മനുഷ്യൻ. ഈ ലോകത്തേക്കാൾ വിലമതിപ്പുള്ള മർക്കോസ് സുവിശേഷം 8:36 വചനത്തിൽ ആ പ്രാണനെ പോഷിപ്പിക്കുവാനുള്ള ആഹാരം ആവർത്തനം 8:3 നമ്മെ പഠിപ്പിക്കുന്ന ദൈവവചനമാണ്. ഇന്ന് ഇരുന്ന് നാളെ മരിച്ച് പുഴുവായി പോകുന്ന, നിത്യയുടെ ഇല്ലാത്ത മരിച്ചു പോകുന്ന നിന്റെ ശരീരത്തെ മനുഷ്യ നീ പോഷിപ്പിക്കുവാൻ 6 നേരം ഭക്ഷിക്കുമ്പോൾ അതിന്റെ ഉള്ളേ ഒരിക്കലും അഴിയാത്ത, നശിക്കാത്ത അകട്ടെ മനുഷ്യൻ ജീവിക്കുവാൻ നീ ഭക്ഷിക്കേണ്ട ആഹാരമെന്നുള്ള ജീവന്റെ വചനം എപ്പോഴും ഭക്ഷിക്കണം, എപ്പോഴും കേൾക്കണം, എപ്പോഴും സംഗ്രഹിക്കണം, എപ്പോഴും അനുസരിക്കണം, എപ്പോഴും ധ്യാനിക്കണം. കേട്ടിട്ട് വിട്ടിട്ട് ഓടിക്കളയരുത്. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. രണ്ടാമത് രാപ്പകൽ. സങ്കീർത്തനം 1:2 രണ്ടാമത്തെ വ്യാഖ്യാനം രാപ്പകൽ. ഒന്നാമത് നാം ധ്യാനിച്ച് എപ്പോഴും നാൾ മുഴുവൻ. ശരീരത്തിന് 6 നേരം ആഹാരമെങ്കിൽ എപ്പോഴും അകത്തെ മനുഷ്യൻ പുഷ്ടി ഉണ്ടാകുവാൻ നീ ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. രാപ്പകൽ ഒരു മനുഷ്യന്റെ ജീവിതം ഉയർച്ചയും താഴ്ചയും ചക്രം പോലെ വരും. ഇന്ന് കണ്ണുനീരാണെങ്കിൽ നാളെ സന്തോഷം, നാളെ സന്തോഷമാണെങ്കിൽ മറ്റന്നാൾ ദുഃഖം. സോളമൻ രാജ എഴുതുന്ന സഭാപ്രസംഗി 7:14 there are days of adversity, there are days of prosperity. അനർത്ഥത്തിന്റെ നാളുകൾ ഉണ്ട്, സന്തോഷത്തിന്റെ സുഖത്തിന്റെ നാളുകളും ഉണ്ട്. സുഖത്തിന്റെ നാളുകൾ വരുമ്പോൾ പൊങ്ങിക്കളയരുത് നീ. ഹല്ലേലൂയ. സുഖത്തിന്റെ നാളുകൾ, ഉയർച്ചയുടെ നാളുകൾ, അനുഗ്രഹത്തിന്റെ നാളുകൾ വരുമ്പോൾ ഇത് എന്നാൽ സംഭവിച്ചു എന്ന് നീ പൊങ്ങിക്കളയരുത്. കഷ്ടയുടെ, കണ്ണീരുടെ, രോഗത്തിന്റെ, പരാജയത്തിന്റെ, ദുഃഖത്തിന്റെ, ഏകാന്തതയുടെ നാളുകൾ വരുമ്പോൾ ദൈവത്തെ അന്യപ്പെട്ട് ഓടിയും കളയരുത്. ഉയർച്ചയുടെ നാളുകൾ അതാണ് പകൽ, ഡേ. കഷ്ടതയുടെ നാളുകൾ അതാണ് രാത്രി. കഷ്ടതയിലും സുഖത്തിലും ദൈവത്തെ വിടാതെ ദൈവവചനം ധ്യാനിക്കുന്നതാണ് പകൽ ദൈവത്തെ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. മൂന്നാമത്തെ വ്യാഖ്യാനം സങ്കീർത്തനക്കാരൻ എഴുതുന്നു. സങ്കീർത്തനം 104 22 23 വചനങ്ങളില് സൂര്യൻ ഉദിക്കുന്നു, മനുഷ്യൻ പണിക്ക് പുറപ്പെടുന്നു. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സൂര്യൻ ഉദിക്കുന്നു, മനുഷ്യൻ പണിക്ക് പുറപ്പെടുന്നു. മനുഷ്യാനി പണിക്ക് പുറപ്പെടും മുമ്പ് ആഹാരം ഭക്ഷിക്കും. അതിനു മുമ്പ് നീ ദൈവവചനം വായിക്കണം. ആമേൻ. സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യൻ പണിക്ക് പുറപ്പെടുന്നു എന്ന് ദൈവം കൽപ്പിക്കുന്നു എങ്കിൽ അതിനു മുമ്പേ, സൂര്യൻ ഉദിക്കും മുമ്പേ മുട്ടിന്മേൽ നിന്ന് ദൈവവചനം വായിച്ചു കർത്താവിന്റെ അരുളപ്പാട് നീ ധ്യാനിക്കണം. അതാണ് രാപ്പകലായി ഞാൻ ദൈവവചനം ധ്യാനിക്കുന്നു. ദൈവത്തിലുള്ള വിശപ്പ്, ദൈവവചനത്തിലുള്ള വിശപ്പ്, അതാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. ദാഹിക്കുന്നവൻ വരട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ. നമ്മുടെ മാതൃക യേശുവാണ്. 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വചനത്തിൽ ബൈബിൾ
ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയി. നമ്മുടെ മാടൽ യേശുവാണ്, നമ്മുടെ മാതൃക അവനാണ്. എന്താണ് മാതൃക വച്ചിട്ട് പോയി? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മർക്കോസ് സുവിശേഷം 1:35 രാവിലെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ഇതാണ് അവൻ വച്ചു പോയ മാതൃക. രാവിലെ ഇരുട്ടോടെ എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്ത് പോയി അവൻ പ്രാർത്ഥിച്ചു. മത്തായി സുവിശേഷം 14:22, 23, ലൂക്കോസ് സുവിശേഷം 6:12, ലൂക്കോസ് 5:16, ലൂക്കോസ് 11:1 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പകൽ മുഴുവൻ അവൻ പ്രസംഗിച്ച് രോഗികൾക്ക് പ്രാർത്ഥിച്ച് വിടുതൽ നൽകി. വൈകുന്നേരം വന്നപ്പോൾ അവൻ മലയിൽ കയറിപ്പോയി. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഇതാണ് യേശു കർത്താവ് നമുക്ക് വച്ചിട്ട് പോയ മാതൃക. ദാഹിക്കുന്നവൻ വരട്ടെ. ദൈവത്തിൽ ഉള്ള ദാഹം, ദൈവവചനത്തിൽ ഉള്ള ദാഹം നിന്നെ ചെറിയവനാക്കുകയില്ല, നിന്നെ വലിയവനാക്കും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽക്കാം, കണ്ണുകൾ അടയ്ക്കാം, ഹൃദയം തുറക്കാം. എല്ലാവരും കൈകൾ ഉയർത്തി കൈകളെ തട്ടി വാ തുറന്ന് നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. ഓ ജീസസ്, ഓ ജീസസ്. കീഴടങ്ങുക, കീഴടങ്ങുക. കൈകൾ ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ആമേ. ദാഹിക്കുന്നവൻ വരട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ. നിന്റെ ദാഹം ഏതിലാണ്? ഏശാവിന്റെ ദാഹം ഒരു നേര ഭക്ഷണം, യാക്കോബിന്റെ ദാഹം ദൈവത്തിന്റെ അനുഗ്രഹം. ഇന്ന് ദൈവം അറിയപ്പെടുന്നത് ഏശാവിന്റെ ദൈവമെന്നല്ല, യാക്കോബിന്റെ ദൈവമെന്നാണ്. മാർത്തയുടെ ദാഹം ഈ ലോക കാര്യം, മറിയുടെ ദാഹമോ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവവചനം. മാർത്തയും പ്രാർത്ഥിച്ച് മറിയയും പ്രാർത്ഥിച്ച് സ്വർഗം തുറന്നതോ മറിയുടെ പ്രാർത്ഥനയുടെ മുമ്പിലാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദാവീദിന്റെ ദാഹം ദൈവത്തിലാണ്. അവന്റെ അവസാനം അതപ്പതിച്ചില്ല, അവന്റെ തലമുറ ബലം പ്രാപിച്ച്. ശൗലിന്റെ ബലമോ അവന്റെ പേര് ഉയർത്തുന്നതാണ്. ആത്മഹത്യ ചെയ്യേണ്ടി വന്ന്. എസ്രാ ശാസ്ത്രിയുടെ ദാഹമോ ദൈവവചനത്തിലാണ്. എപ്പോഴും ഞാൻ ദൈവവചനം ധ്യാനിക്കും, രാപ്പകൽ ധ്യാനിക്കും, രാവിലെ ഉദിക്കും മുമ്പ് ഞാൻ ധ്യാനിക്കും. ദൈവം ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാട്ട് അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചു കളയുക. മാന്ത്രിക ചരടുകൾ ശരീരത്തിലുണ്ടെങ്കിൽ പൊട്ടിച്ചു കളയുക. നൂല് കെട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചു കളയുക. തീ വ്യാപരിക്കുന്നു, രക്ഷയുടെ ശക്തി വ്യാപരിക്കുന്നു. തീ വ്യാപരിക്കുന്നു, രക്ഷയുടെ ശക്തി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കൈകളെ ഉയർത്തി കൈകളെ തട്ടി, കൈകൾ ഉയർത്തി കൈകളെ തട്ടി. ആത്മനിറവിൽ, ആത്മനിറവിൽ യേശുവേ എന്റെ ഉള്ളിൽ വരണമേ. നിലവിളിച്ചാട്ടെ, 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 നിലവിളിച്ചാട്ടെ. യേശുവേ, 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 യേശുവേ. പോരാ യേശുവേ, പോരാ യേശുവേ,
യേശുവേ യേശുവേ നിലവിളിച്ചാട്ടെ പോരാ യേശുവേ ഇറങ്ങുന്നു അഗ്നി ഇറങ്ങുന്നു അഗ്നി ഇറങ്ങുന്നു അഗ്നി ഇറങ്ങുന്നു ശരീരത്തില് കട്ടികളുമായി നിലവിളിക്കുന്നവര് കർത്താവിന്റെ വചനം തൊടുന്നു കട്ടികൾ അപ്രത്യക്ഷമാകുന്നു കട്ടികൾ അപ്രത്യക്ഷമാകുന്നു മുളകൾ അപ്രത്യക്ഷമാകുന്നു യേശുവിൻ നാമത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ല അയൽക്കാർ മുഖാന്തരം ശല്യം എന്നും കോടതി കേസ് അനീതി മുഖാന്തരം പീഡിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഉള്ളവര് കർത്താവിന്റെ കരം തൊടുന്നു നീതി കൽപ്പിക്കുന്നിടാ ഹല്ലേലൂയ ഇനി നിനക്കൊരു മക്കളെ കിട്ടത്തില്ല വൈദ്യശാസ്ത്രം വിധിയെഴുതപ്പെട്ട ചില വ്യക്തികള് കർത്താവിന്റെ ജീവന്റെ വചനം ഇടാ തൊടുന്നു ഗർഭങ്ങളെ തുറക്കുന്നവൻ യേശുവിൻ നാമത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ തൊടപ്പെടുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ കർത്താവ് തൊടുന്നു ഹല്ലേലൂയ കൊച്ചു കുഞ്ഞുങ്ങളെ കർത്താവ് തൊടുന്നു ഇവിടെ യുവാക്കന്മാരെ ദൈവം തൊടുന്നു ആത്മാവിന്റെ പ്രവാഹം അഭിഷേകത്തിന്റെ പ്രവാഹം നിന്റെ ഉള്ളിലെ അഗ്നിയിൽ നിറയുക നിന്നിൽ അവൻ കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് ആത്മാവിൽ നിറഞ്ഞ് എല്ലാവരും അഗ്നി നിന്റെ ഉള്ളു തുറക്കുക നിന്റെ ഹൃദയം തുറക്കുക ഹൃദയത്തിലെ ഭാരം യേശുവിന്റെ മുമ്പിൽ പകരുക അവൻ ഇവിടെ ഉണ്ട് ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല ജയം നാം കാവകാശമേ ഇനി ശോകമില്ല ജയം നാം കാവകാശമേ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിടാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക കാലമേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാം കാലമേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാം കണ്ടൻ വരാറാ നാമും പോകാറാ കണ്ടൻ വരാറാ നാമും പോകാറാ കണ്ടൻ വരാറാ നിറച്ചതിനായി നന്ദി മാനവമഹത്വം ദൈവത്തിന്. ഞങ്ങളുടെ വിലാസം മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ പോസ്റ്റ് ബോക്സ് നമ്പർ 20 നെയ്യാറ്റിങ്കര തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.